നമസ്കാരം, ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. യുദ്ധത്തിന്റെ വേദനകൾക്കിടയിലും പ്രതീക്ഷ നിലനിർത്തി മുന്നോട്ടു പോകാൻ മിഡിൽ ഈസ്റ്റിലെ ബിഷപ്പുമാരോട് ആഹ്വാനം ചെയ്ത് ഫ്രാൻസിസ് പാപ്പ. അറബ് മേഖലകളിലെ ലത്തീൻ എപ്പിസ്കോപ്പൽ കോൺഫറൻസ് അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ അവസരത്തിലാണ് മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞത്. മിഡിൽ ഈസ്റ്റ് അങ്ങേയറ്റം പിരിമുറുക്കത്തിന്റെ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ അത്യന്തം രൂക്ഷമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതായും ഈ ഒരു സാഹചര്യത്തിൽ ന്യായമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് പകരം മുഴുവൻ പ്രദേശങ്ങളെയും തകർക്കുന്ന തരത്തിലേക്ക് യുദ്ധം വ്യാപിക്കുന്നതിനുള്ള അപകട സാധ്യത നിലനിൽക്കുന്നതായും തോന്നുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. വേളാങ്കണ്ണി ആരോഗ്യമാതാ തീർത്ഥാടന കേന്ദ്രത്തിലെ തിരുനാളിന് ഇന്ന് കൊടിയേറി. സെപ്റ്റംബർ 8-നാണ് പ്രധാന തിരുനാൾ. ഇന്ന് വൈകുന്നേരം 5:45 തഞ്ചാവൂർ ബിഷപ്പ് ഡോക്ടർ സഹായരാജ് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ തമിഴ്, കന്നഡ, മലയാളം, തെലുങ്ക്, ഒഡീഷ, മറാത്തി, ഇംഗ്ലീഷ് ഭാഷകളിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. പ്രധാന തിരുനാൾ ദിനമായ സെപ്റ്റംബർ 8 രാവിലെ 6 തഞ്ചാവൂർ ബിഷപ്പ് ഡോക്ടർ സഹായരാജിന്റെ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ കുർബാന നടക്കും. അടുത്തിടെ വേളാങ്കണ്ണി തീർത്ഥാടന കേന്ദ്രത്തിന് ആശംസയുമായി വത്തിക്കാൻ വിശ്വാസ കാര്യാലയത്തിന്റെ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് കത്തയച്ചിരുന്നു. ഗോവയിൽ താമസിക്കുന്ന പാകിസ്ഥാനി ക്രിസ്ത്യൻ പൗരന് പൗരത്വ ഭേദഗതി നിയമപ്രകാരം ഇന്ത്യൻ പൗരത്വം നൽകി. ജോസഫ് ഫ്രാൻസിസ് എ പെരേര എന്നയാൾക്കാണ് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ഇന്നലെ പനാജിയിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ പൗരത്വ സർട്ടിഫിക്കറ്റ് നൽകിയത്. നിലവിൽ തെക്കൻ ഗോവയിലെ കാൻസുവാലിമിൽ താമസിക്കുന്ന പെരേര CA പ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്ന ഗോവ സംസ്ഥാനത്തെ ആദ്യ വ്യക്തിയായി. പെരേര വിവാഹം ചെയ്ത് ഗോവക്കാരിയായ മാരിയയാണെങ്കിലും പൗരത്വ നിയമ ഭേദഗതി ചെയ്യുന്നതുവരെ ഇന്ത്യൻ പൗരത്വം നേടുന്നതിൽ വിവിധ തടസ്സങ്ങൾ നേരിട്ടിരുന്നു. വിവാഹം കഴിഞ്ഞതു മുതൽ തങ്ങൾ പൗരത്വത്തിനായി ശ്രമിക്കുന്നുണ്ടെന്നും എന്നാൽ ലഭിച്ചില്ലെന്നും അദ്ദേഹത്തിന്റെ ഭാര്യ മരിയ പറഞ്ഞു. കഴിഞ്ഞ ജൂണിലാണ് CA വഴി പൗരത്വത്തിന് ഇവർ അപേക്ഷിച്ചത്. യുദ്ധമുഖരിതമായ ഗാസ മേഖലയിൽ വീണ്ടും സഹായവുമായി കത്തോലിക്ക സഭയുടെ ഉപവിപ്രവർത്തനങ്ങൾക്കുള്ള സംഘടനയായ കാരിത്താസ്. മാനുഷിക സഹായങ്ങൾ നൽകുവാനുള്ള സാഹചര്യങ്ങൾ പരിമിതമായ മേഖലയിൽ കുട്ടികളുടെ അടിയന്തരമായ ആരോഗ്യ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യം കണക്കിലെടുത്ത് വാക്സിൻ വിതരണത്തിനാണ് സന്നദ്ധ സംഘടന വിവിധ സംഘങ്ങൾ രൂപീകരിക്കുന്നത്. നാളിതുവരെ കാരിത്താസ് സംഘടനയുടെ നിസ്വാർത്ഥമായ സേവനങ്ങളുടെ ഭാഗമായി ഏകദേശം 28,000-ലധികം ആളുകൾക്കാണ് സഹായങ്ങൾ ലഭിച്ചത്. ഏകദേശം 14ഓളം സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് മെഡിക്കൽ സഹായം വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുന്നത്. ലോകത്തിലെ വിവിധയിടങ്ങളിൽ നടമാടുന്ന യുദ്ധത്തിന്റെ ഭീകരതയെ ചൂണ്ടിക്കാട്ടി സമാധാനത്തിനായി പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്ത് ഫ്രാൻസിസ് പാപ്പ. ബുധനാഴ്ച വത്തിക്കാൻ ചത്തുരത്തിൽ നടത്തിയ പൊതു കൂടിക്കാഴ്ചയുടെ അവസരത്തിലാണ് പാപ്പ ഹൃദയവേദനയോടെ പ്രാർത്ഥനകൾ അഭ്യർത്ഥിച്ചത്. യുദ്ധത്തിന്റെ ഭീകരത കൂടുതൽ അനുഭവപ്പെടുന്ന പലസ്തീൻ, ഇസ്രായേൽ, മ്യാൻമർ, ഉക്രൈൻ, റഷ്യ, കീവ് എന്നീ ദേശങ്ങളെ പാപ്പ പേരെടുത്ത് പരാമർശിച്ചു. ചില രാജ്യങ്ങളും യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന ദൗർഭാഗ്യകരമായ ഈ അവസ്ഥയിൽ ശത്രുതയും ഏറ്റുമുട്ടലുകളും അവസാനിപ്പിക്കാൻ സർവശക്തനോട് പ്രാർത്ഥിക്കാമെന്നും കർത്താവ് സമാധാനം എന്ന സമ്മാനം നമുക്ക് നൽകട്ടെ എന്നും പാപ്പ ആശംസിച്ചു. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.